അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 14 വ്യാഴാഴ്ച. ഇടുക്കി മാട്ടുപ്പെട്ടിയിൽ ജലവിമാനം പറന്നിറങ്ങിയത് അതീവ പരിസ്ഥിതിലോല മേഖലയിലെന്നും ഈ പ്രദേശത്ത് സീപ്ലെയിൻ സർവീസ് നടത്തിയാൽ മനുഷ്യമൃഗ സംഘർഷങ്ങൾക്ക് കാരണമാകുമെന്നും വനംവകുപ്പിന്റെ റിപ്പോർട്ട്. ദേശീയ വന്യജീവി ബോർഡിന്റെ അനുമതിയോടെ മാട്ടുപ്പെട്ടി ഡാമിനോട് ചേർന്ന് മറ്റൊരിടത്ത് വിമാനമിറക്കാമെന്നും റിപ്പോർട്ടിലുണ്ട്. സർവീസിന് അനുമതി നൽകരുതെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് പരിസ്ഥിതി പ്രവർത്തകർ. ശബരിമല സർവീസിൽ KSRTCക്ക് മുന്നറിയിപ്പുമായി ഹൈക്കോടതി. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു ബസ് പോലും ഉപയോഗിക്കരുതെന്നും ഒരു തീർത്ഥാടകനെ പോലും നിർത്തിക്കൊണ്ടുപോകാൻ പാടില്ലെന്നും അങ്ങനെ കണ്ടാൽ നടപടിയെടുക്കുമെന്നും കോടതി വ്യക്തമാക്കി. വയനാട്ടിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് പരിശോധിക്കാൻ AICC. പ്രിയങ്ക ഗാന്ധിയുടെ കന്നി മത്സരത്തിൽ മികച്ച പോളിംഗ് ദേശീയ നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് ഭൂരിപക്ഷത്തെ ബാധിക്കില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കി. വയനാട് ചേലക്കര പോളിംഗ് ശതമാന കണക്കുകൾ LDFനോടും UDFനോടും സാധാരണ ജനങ്ങൾക്കുള്ള അതൃപ്തിയാണ് കാണിക്കുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. UDFന്റെ ജനപിന്തുണ വയനാട്ടിലടക്കം കുറഞ്ഞുവെന്നും മൂന്നാം ബദലിനെ ജനം ആഗ്രഹിക്കുന്നുവെന്നും UDF ഈ തെരഞ്ഞെടുപ്പിൽ അപ്രസക്തമാകുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കേരളത്തിൽ CPM ഛിന്നഭിന്നമാകുമെന്നും കേരളത്തിലെ അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. കണക്ക് കൂട്ടലുകൾക്ക് ഒടുവിലും ചേലക്കരയിൽ ജയം അവകാശപ്പെട്ട് LDFും UDFും. 18,000 വോട്ടിന്റെ വൻ ഭൂരിപക്ഷമാണ് LDF മണ്ഡലം കമ്മിറ്റിയുടെ കണക്ക്. 3000-ലേറെ വോട്ടിന്റെ ജയമാണ് UDF പ്രതീക്ഷിക്കുന്നത്. വോട്ട് വർദ്ധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJPയും. പാലക്കാട്ടെ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ P സരിൻ പൊതുസമൂഹത്തോട് പ്രതിജ്ഞാബദ്ധനായ ചെറുപ്പക്കാരനാണെന്ന് EP ജയരാജൻ. സരിൻ ഉത്തമനായ സ്ഥാനാർത്ഥിയാണെന്നും ജനസേവനത്തിനായി ജോലി പോലും രാജിവെച്ചുവെന്നും EP ജയരാജൻ പറഞ്ഞു. ആത്മകഥയിൽ സരിനെക്കുറിച്ച് മോശം പരാമർശമുണ്ടെന്ന് പുറത്തുവന്നതിന് പിന്നാലെയാണ് സരിനെ പുകഴ്ത്തി EP രംഗത്തെത്തിയത്. പാലക്കാട് LDF മികച്ച വിജയം നേടുമെന്നും അദ്ദേഹം പറഞ്ഞു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ ആത്മകഥാ വിവാദം ഉപതെരഞ്ഞെടുപ്പിന് ശേഷം CPM പരിശോധിച്ചേക്കുമെന്ന് വിവരം. പുസ്തകത്തിൽ വ്യക്തിപരമായ വിവരങ്ങളും ചിത്രങ്ങളും ഉൾപ്പെട്ടതാണ് സംശയത്തിന് കാരണമായിരിക്കുന്നത്. വിഷയത്തിൽ EP ജയരാജനോട് CPM വിശദീകരണം തേടിയേക്കും. പാലക്കാട് മണ്ഡലത്തിൽ ഇരട്ട വോട്ടും വ്യാജ വോട്ടും വ്യാപകമെന്ന് പാലക്കാട് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. കോൺഗ്രസും BJPയും വ്യാപകമായി വ്യാജ വോട്ടുകൾ ചേർക്കുകയാണെന്നും പിരായിരിയിൽ മാത്രം 800ഓളം വ്യാജ വോട്ടർമാരാണുള്ളതെന്നും സുരേഷ് ബാബു പറഞ്ഞു. CPM പ്രവർത്തകർ സ്ലിപ്പ് കൊടുക്കാൻ പോകുമ്പോൾ പലരെയും കാണാനില്ലെന്നും സുരേഷ് ബാബു ആരോപിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി CPMലെ KK രത്നകുമാരി അധികാരമേറ്റു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷയായിരുന്നു. ADM നവീൻ ബാബു ജീവനൊടുക്കിയ കേസിൽ പ്രതിയായ PP ദിവ്യയെ മാറ്റിയതിനെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിലാണ് രത്നകുമാരി വിജയിച്ചത്. PP ദിവ്യ വോട്ട് ചെയ്യാനെത്തിയില്ല. UDF സ്ഥാനാർത്ഥിയായ കോൺഗ്രസിലെ ജൂബിലി ചാക്കോയെയാണ് രത്നകുമാരി തോൽപ്പിച്ചത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട രത്നകുമാരിക്ക് അഭിനന്ദനങ്ങളുമായി PP ദിവ്യ. ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും നിർവഹണ ഉദ്യോഗസ്ഥരുടെയും കൂട്ടായ്മയും സൌഹാർദ്ദവുമാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വിജയമെന്നും കണ്ണൂരിലെ ജനതയ്ക്ക് അഭിമാനിക്കാൻ 4 വർഷം കൊണ്ട് നേടിയ നേട്ടങ്ങൾ നിരവധിയാണെന്നും അവർ ഫേസ്ബുക്കിൽ കുറിച്ചു. നാടിനെ ഇനിയുമേറെ ഉയരത്തിലെത്തിക്കണമെന്നും അവരുടെ പോസ്റ്റിൽ പറയുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് തുടക്കത്തിൽ വിലക്കേർപ്പെടുത്തി വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ അരുൺ K വിജയൻ. PP ദിവ്യ രാജിവെച്ച ഒഴിവിലേക്കാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. പഞ്ചായത്തിന് പുറത്ത്
പോലീസ് സുരക്ഷ കർശനമാക്കുകയും മാധ്യമപ്രവർത്തകരെ തടയാൻ നിർദ്ദേശമുണ്ടെന്നും പോലീസ് അറിയിച്ചിരുന്നു. എന്നാൽ പിന്നീട് കലക്ടർ നിലപാട് മയപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. പാലക്കാട് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കൃഷ്ണകുമാരി കോൺഗ്രസ് വിട്ട് സിപിഎമ്മിലേക്ക് പോയി. എന്നാൽ കൃഷ്ണകുമാരി പോയതിൽ സന്തോഷമെന്ന് മഹിളാ കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രതികരിച്ചു. 1.5 വർഷം മുമ്പ് കൃഷ്ണകുമാരിയെ പുറത്താക്കിയതാണെന്നും പാർട്ടിയുമായും സംഘടനയുമായും സഹകരിക്കാത്തയാളാണ് കൃഷ്ണകുമാരിയെന്നും ജില്ലാ പ്രസിഡന്റ് വ്യക്തമാക്കി. മുനമ്പം വിഷയത്തിൽ പ്രതികരണവുമായി മുൻ വഖഫ് ബോർഡ് ചെയർമാൻ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ. VS സർക്കാർ നിയമിച്ച നിസാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമാണ് വഖഫ് ബോർഡിനെ ഭൂമി ഏറ്റെടുക്കാൻ നിർദ്ദേശം വന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നിസാർ കമ്മീഷൻ റിപ്പോർട്ട് കൂടി പരിഗണിച്ച് ഹൈക്കോടതിയുടെ കോടതി അലക്ഷ്യ ഉത്തരവ് വന്നുവെന്നും കോടതി അലക്ഷ്യമാവും എന്നതുകൊണ്ടാണ് പരിഗണിക്കേണ്ടി വന്നതെന്നും മുനമ്പത്തെ കുടുംബങ്ങൾക്ക് താൻ ചെയർമാനായിരുന്ന കാലത്ത് ഒരു നോട്ടീസ് പോലും അയച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നയതന്ത്ര ബാഗേജുമായി സ്വർണം കടത്തിയ കേസിലെ പ്രതി സ്വപ്ന സുരേഷിനെതിരായ വ്യാജ ഡിഗ്രി കേസിലെ 2ാം പ്രതി മാപ്പുസാക്ഷിയായി. സ്വപ്നയ്ക്ക് വ്യാജരേഖയുണ്ടാക്കിയ സച്ചിൻ ദാസിനെയാണ് മാപ്പുസാക്ഷിയാക്കിയത്. മാപ്പുസാക്ഷിയാക്കണമെന്ന സച്ചിന്റെ അപേക്ഷ തിരുവനന്തപുരം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അംഗീകരിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് എലിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യം അതീവ ഗൌരവമേറിയതെന്ന് ആരോഗ്യ വിദഗ്ധർ. 1 മാസത്തിനിടെ മാത്രം 8 പേരാണ് എലിപ്പനി ബാധിച്ച് മരിച്ചത്. മാറി മാറി മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഡെങ്കിപ്പനി കൂടാനിടയുണ്ടെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാർ, 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്നും എന്നാൽ ഗുജറാത്തിന്റെ പ്രധാനമന്ത്രിയെപ്പോലെയാണ് അദ്ദേഹം പെരുമാറുന്നതെന്നും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ഇല്ലാതാക്കാനാണ് മോദി ശ്രമിക്കുന്നതെന്നും ഈ സംസ്ഥാനങ്ങൾക്കുള്ള നിക്ഷേപം പ്രധാനമന്ത്രിയുടെ ഓഫീസ് വഴി ഗുജറാത്തിലേക്ക് വഴിതിരിച്ചുവിടുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. സാമ്പത്തിക തലസ്ഥാനമായ മഹാരാഷ്ട്രയിൽ നിന്ന് 17 പ്രധാന നിക്ഷേപങ്ങൾ ഗുജറാത്തിലേക്ക് മാറ്റിയെന്നും ഈ ഗുജറാത്ത് മോഡൽ രാജ്യത്തിന് അപകടകരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യൻ ബഹിരാകാശ ഏജൻസി ചെലവാക്കുന്ന ഓരോ രൂപയ്ക്കും പകരം 2.5 രൂപയായി തിരികെ ലഭിക്കുമെന്ന് ISRO ചെയർമാൻ S. സോമനാഥ്. ISROയിൽ സർക്കാർ മുടക്കുന്ന പണം സമൂഹത്തിന് ഗുണം ചെയ്തിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് അടുത്തിടെ നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. ആസ്തമ, ഗ്ലൂക്കോമ, തലസീമിയ, ക്ഷയം, മാനസിക വൈകല്യം എന്നിവയുടെ ചികിത്സയ്ക്ക് ആദ്യ പ്രതിരോധമായി ഉപയോഗിക്കുന്ന മരുന്നുകളുടെ വില കുത്തനെ ഉയർത്തി കേന്ദ്ര സർക്കാർ. വിപണിയിൽ പൊതുവെ കുറഞ്ഞ വിലയിൽ ലഭ്യമായിരുന്ന ഇത്തരം മരുന്നുകൾക്ക് ഇനി 50% അധിക വില നൽകേണ്ടിവരും. മരുന്നുൽപാദനം ലാഭകരമല്ലെന്ന നിർമ്മാണ കമ്പനികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് NPPAയുടെ നടപടി. മണിപ്പൂരിൽ അക്രമം വർദ്ധിച്ചതിനെ തുടർന്ന് 2500ഓളം അധിക അർദ്ധസൈനികരെ അയച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ആക്രമണം വർദ്ധിക്കുന്ന ജിരിബാമിലാണ് സൈനികരെ വിന്യസിക്കുക. നവംബർ 7 മുതൽ 13 മരണങ്ങളാണ് മണിപ്പൂരിൽ റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ 19 മാസമായി സംസ്ഥാനത്ത് ഇപ്പോൾ 29,000-ത്തിലധികം പേർ അടങ്ങുന്ന 218 കമ്പനി കേന്ദ്ര സായുധ പോലീസ് സേനകളെ വിന്യസിച്ചിട്ടുണ്ട്. ഡൊമിനിക്കയുടെ പരമോന്നത ദേശീയ ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. കോവിഡ് കാലത്തെ സേവനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നരേന്ദ്രമോദിക്ക് ബഹുമതി നൽകിയിരിക്കുന്നത്. ഗയാനയിൽ നടക്കുന്ന ഇന്ത്യ കാരിക്കോം ഉച്ചകോടിക്കിടെ ബഹുമതി സമ്മാനിക്കും. കരീബിയൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് കാരിക്കോം. തെലുങ്ക് ജനതയ്ക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ നടിയും തമിഴ്നാട്ടിലെ BJP നേതാവുമായ കസ്തൂരിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ മദ്രാസ് ഹൈക്കോടതി തള്ളി. 300 വർഷങ്ങൾക്ക് മുൻപ് രാജാവിന്റെ അന്തപുരത്തിൽ സേവ ചെയ്യാനായി എത്തിയ സ്ത്രീകളുടെ പിന്തുടർച്ചക്കാരാണ് തമിഴ്നാട്ടിലെ തെലുങ്ക് സംസാരിക്കുന്ന ആളുകൾ എന്നായിരുന്നു പരാമർശം. ട്രംപിന്റെ വിജയം കൃത്യമായി പ്രവചിച്ച ക്രിപ്റ്റോ അടിസ്ഥാനപ്പെടുത്തി തെരഞ്ഞെടുപ്പ് ചൂതാട്ടം നടക്കുന്ന പോളി മാർക്കറ്റ് വെബ്സൈറ്റിന്റെ സ്ഥാപകനും സിഇഒയുമായ ഷെയ്ൻ കോപ്ലന്റെ ന്യൂയോർക്ക് സിറ്റി അപ്പാർട്ട്മെന്റിൽ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ റെയ്ഡ് നടത്തി. വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെതിരെ ട്രംപ് അനായാസ വിജയം നേടുമെന്ന് പോളി മാർക്കറ്റ് കൃത്യമായി പ്രവചിച്ചതിന് പിന്നാലെയാണ് റെയ്ഡ്. പാകിസ്ഥാനിൽ വിവാഹ സംഘം സഞ്ചരിച്ച
ബസ് സിന്ധു നദിയിലേക്ക് മറിഞ്ഞ് വധൂവരന്മാരടക്കം 26 മരണം. ഗിൽജിത് ബാൾട്ടിസ്ഥാൻ പ്രവിശ്യയിലെ ദിയാമർ ജില്ലയിലാണ് സംഭവം. ഗിൽജിത് ബാൾട്ടിസ്ഥാനിലെ അസ്തോറിൽ നിന്ന് പഞ്ചാബിലെ ചക്വാലിയിലേക്ക് പോകുകയായിരുന്നു സംഘം. അപകടത്തിൽ ഒരാൾ രക്ഷപ്പെട്ടു. ബസ് അമിത വേഗതയിലായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. സ്പെയിനിലെ തെക്ക് കിഴക്കൻ മേഖലയിൽ വീണ്ടും പേമാരി എത്തുന്നതായുള്ള മുന്നറിയിപ്പുമായി കാലാവസ്ഥാ കേന്ദ്രം. 215 പേരുടെ ജീവനെടുത്ത വൻ പേമാരി കഴിഞ്ഞ് വെറും 2 ആഴ്ച പിന്നിടും മുൻപാണ് പുതിയ പേമാരി എത്തുന്നത്. സുരക്ഷാ മുന്നറിയിപ്പിലെ ഏറ്റവും ഉയർന്ന ആംബർ അലർട്ടാണ് കാറ്റലോണിയയിലെ തറഗോണ പ്രവിശ്യയിലും ആൻഡലൂസിയയിലും മലാഗയിലും നൽകിയിട്ടുള്ളത്. ആൻഡലൂസിയയിലെ സർക്കാർ സ്കൂളുകൾക്കടക്കം അവധി നൽകിയിരിക്കുകയാണ് പ്രാദേശിക ഭരണകൂടം. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.